സോ റെക്ടിഫയർ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മീൻസ് റെക്ടിഫയർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണെന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ റെക്ടിഫയർ എന്താ നോക്കാം. അപ്പോൾ റെക്ടിഫയറിൻ്റെ മുന്നേ റെക്ടിഫയർ എന്ന് പറഞ്ഞ ഈ പറയുന്ന സെക്ഷൻ വരുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ മെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പവർ സപ്ലൈ, ഈ കാണുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ നമുക്ക് വരുന്ന വോൾട്ടേജ് ഓർ പവർ എന്ന് പറയുന്നത് AC പവർ, അതായത് 230 വോൾട്ട് 50 ഹെർട്സിലുള്ള പവർ. സോ ഇതെല്ലാം ഈ പവർ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ മീൻസ് നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റോ ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം പവർ ചെയ്യുന്നത് ഈ പറയുന്ന 230 വോൾട്ട് എന്നുള്ള പവർ വെച്ചിട്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളും സിസ്റ്റംസ് എല്ലാം ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ കറണ്ടിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ബേസിക്കലി എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും അത് ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ലോ കറണ്ടിലാണ് വർക്ക് ചെയ്യുക. ഇൻ ടെൻസ് ഓഫ് വോൾട്ട്സ്, മില്ലീസ് ഓഫ് കറണ്ടിലൊക്കെയാണ്, മില്ലി ആംപിയർ ഓഫ് കറണ്ടിലൊക്കെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ 230 വോൾട്ടിനെ നമുക്കത് മാറ്റി 230 വോൾട്ട് AC സിഗ്നലിനെ മാറ്റി DC-യിലേക്ക് മാറ്റണം. അതായത് ലോവർ വോൾട്ടേജ് റേഞ്ചിലുള്ള DC വോൾട്ടേജിലേക്ക് മാറ്റണം. അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് വിളിക്കുന്ന പേരാണ് പവർ സപ്ലൈ. സോ ഈ കാണുന്നതാണ് പവർ സപ്ലൈ. അപ്പോൾ അതിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ AC സപ്ലൈ ആണ്, ഈ AC സപ്ലൈ. ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ DC ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പവർ സപ്ലൈയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കലി 4 സെക്ഷൻസ് ഉള്ളത്. ഫസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഈ ഹയർ വോൾട്ടേജ് 230 വോൾട്ടിൽ നിന്ന് നമ്മളതിനെ കുറയ്ക്കണം, ചെറിയ വോൾട്ടേജിലേക്ക് ആക്കണം. അതായത് റെക്ടിഫയർ, ഫിൽട്ടർ ആൻഡ് റെഗുലേറ്റർ എന്ന 3 സിസ്റ്റത്തിലേക്കാണ് ഈ വോൾട്ടേജും കറണ്ടും കൊടുക്കുന്നത്. ഈ റെക്ടിഫയർ, ഫിൽട്ടർ, റെഗുലേറ്റർ ഒക്കെ ചെറിയ വോൾട്ടേജ് അല്ലെങ്കിൽ ചെറിയ കറണ്ടിൽ, ചെറിയ വാല്യൂ കറണ്ടിലൊക്കെയാണ് വർക്ക് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി 230 വോൾട്ടിനെ ചെറിയൊരു 20 വോൾട്ടോ 15 വോൾട്ടോ ഒക്കെ കുറയ്ക്കണം. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സെക്ഷനാണ് ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമിങ് ദി ഹയർ വോൾട്ടേജ് റേഞ്ചസ് ടു ലോവർ വാല്യൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുക ഒരു ലോവർ മാഗ്നിറ്റ്യൂഡുള്ള ഒരു സിനുസോയിഡൽ സിഗ്നൽ, സെയിം സിനുസോയിഡൽ സിഗ്നലാണ്, പക്ഷേ ലോവർ മാഗ്നിറ്റ്യൂഡ് 50 ഹെർട്സ് സിഗ്നൽ. അപ്പോൾ ഇതിനെ ഈ ഒരു സിഗ്നൽ ഇത് പറഞ്ഞാൽ ഇതാണ് AC സിഗ്നൽ. ഓക്കെ, സോ ഈ AC സിഗ്നൽ എപ്പോഴും 2 പൊളാരിറ്റി, ബോത്ത് പ്ലസ് ആൻഡ് മൈനസ് വോൾട്ടേജ് പൊളാരിറ്റിയിൽ ഇതിനെ സ്വിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ലൈക്ക് 20 വോൾട്ട് ആണെങ്കിൽ 20 -20 ടു +20 വോൾട്ടേജ് വരെ അത് സ്വിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ മിക്കവാറും ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് DC വോൾട്ടേജിൽ, ലോവർ ഇത്തരം വേരിയേഷനൊന്നും ഇല്ലാത്ത കോൺസ്റ്റന്റ് വോൾട്ടേജിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അങ്ങനെയാണ് ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുക, മീൻസ് ഇലക്ട്രോണിക് ഡിവൈസ്. സോ ഇതിനെ മാറ്റാനായിട്ട് ഈ +or-20നെ അല്ലെങ്കിൽ സ്വിങ് ചെയ്യുന്ന ഈ AC സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യണം? യൂണിപോളാർ ആയിട്ടുള്ള സിഗ്നലാക്കി മാറ്റണം. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് ഈ ബൈപോളാർ സിഗ്നലിനെ മാറ്റി യൂണിപോളാർ സിഗ്നലിലേക്കാക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഒരു റെക്ടിഫയർ. ഓക്കെ, സോ ബേസിക്കലി ഇതെന്താ ചെയ്യുക വെച്ചാൽ ഈ പറയുന്ന സിഗ്നലിനെ സിഗ്നൽ കണ്ടീഷനിങ് നടത്തി ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ മാറ്റും, ഇങ്ങനെ ഒറ്റ യൂണിപോളാർ ആക്കും. അല്ലെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ സേ മൈനസ് പൊളാരിറ്റി ഉള്ള സിഗ്നലുകളാക്കി മാറ്റും. ഓക്കെ, ഇതാണ് റെക്ടിഫയർ. ഈ ഒരു സെക്ഷൻ ഇത് എങ്ങനെയാണ് മാറ്റുന്നത് എന്നത് ആ പറയുന്ന സർക്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് റെക്ടിഫയർ. സോ ബേസിക്കലി there are 2 type of rectifiers. ഒന്നെങ്കിൽ ഈ പറയുന്ന ഹാഫ് സിഗ്നലിനെ മാത്രം യൂട്ടിലൈസ് ചെയ്യുന്ന അതിനാണ് ഹാഫ് വേ റെക്ടിഫയർ എന്നും, ഓർ എൻറ്റയർ സിഗ്നൽ ഫുള്ളി സിഗ്നലിനെ ഇങ്ങനെ റെക്ടിഫൈ ചെയ്ത് വരും. സോ അതിനെ വിളിക്കുന്നവരാണ് ഫുൾ വേ റെക്ടിഫയേഴ്സ്. ഈ റെക്ടിഫയർ സിഗ്നൽസിനെ സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ ഈ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും DC അല്ല. DC-നെ മാറ്റിയതിനെ മീൻസ് ഈ പറയുന്ന വേരിയിങ് DC-നെ നമുക്ക് കോൺസ്റ്റന്റ് DC-നെ ആക്കാൻ വേണ്ടി 2 സെക്ഷൻസ് കൂടി ഉണ്ട്. ഒന്ന് ഫിൽട്ടറും റെഗുലേറ്ററും. ഫിൽട്ടർ എന്ത് വെച്ചാൽ ഇതിനെ ഫിൽട്ടർ ചെയ്ത് കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്യും. ഓക്കെ, ആൻഡ് റെഗുലേറ്റർ യൂസ് ചെയ്ത് കുറച്ചുകൂടി സ്റ്റേബിൾ ആക്കി മാറ്റും. അപ്പോൾ ഈ 2 പാർട്ടിലെ അല്ലെങ്കിൽ ഈ 2 ബ്ലോക്കുകളും നമുക്ക് പിന്നീട് നെക്സ്റ്റ് മൊഡ്യൂളുകളിൽ പഠിക്കാം. വൈൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്ടിഫയേഴ്സ് ആണ് കേട്ടോ. സോ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. സോ റെക്ടിഫയർ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ റെക്ടിഫയേഴ്സ് ബേസിക്കലി 2 ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് പറഞ്ഞാൽ ഹാഫ് വേ റെക്ടിഫയറും. ഹാഫ് വേ റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇൻപുട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു AC സിഗ്നലാണ്. ഓക്കെ, ഇറ്റ്സ് ബേസിക്കലി
സിനുസോയിഡ്. സോ ഇറ്റ് വേരീസ് ഫ്രം പ്ലസ് ടു മൈനസ് പൊളാരിറ്റി. സോ ഇതിനെ നമുക്ക് സിംഗിൾ പൊളാരിറ്റി സിഗ്നലിലേക്ക് മാറ്റണം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ത് ചോദിച്ചാൽ ഇതിലെ നെഗറ്റീവ് പൊളാരിറ്റി സിഗ്നൽസിനെ മൊത്തത്തിൽ കളയും, ക്ലിപ്പ് ചെയ്ത് കളയും. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വെറും ഇങ്ങനെ ആയിരിക്കും. ആ പോസിറ്റീവ് പൊളാരിറ്റി സിഗ്നൽസിനെ മാത്രം അവിടെ റീറ്റെയിൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇതിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഈ ബാക്കി വരുന്ന ഈ ഒരു ടൈം പീരീഡ് വേസ്റ്റ് അല്ലെ, ഈ പറയുന്ന വോൾട്ടേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സോ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യാം. മൊത്തം സിഗ്നലിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്. സോ ഇതിൽ ഈ പറയുന്ന സിനുസോയിഡിനെ യൂണി ഡയറക്ഷണൽ ഇത്തരം റിപ്പീറ്റിംഗ് സിഗ്നൽസ് ആക്കി മാറ്റും. സോ ഇത്തരം മൊത്തത്തിൽ എൻറ്റയർ പീരീഡിനെ യൂട്ടിലൈസ് ചെയ്യുന്ന റെക്ടിഫയേഴ്സിനെ വിളിക്കുന്നവരാണ് full wave rectifiers, and it is classified into two. One is sender type full wave rectifier, and second is bridge type full wave rectifier. Okay, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് all different type of rectifiers, അതായത് ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്, ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, എങ്ങനെ ഇത് വർക്ക് ചെയ്യുക, ആൻഡ് ഇതിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ്. ഇതിൽ എല്ലാ ഇതിൻ്റെ ഈ പറയുന്ന ടോപ്പിക്കിൽ വരുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചില പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഹാഫ് വേവും ഫുൾ വേവ് റെക്ടിഫയേഴ്സിൻ്റെയും വർക്കിംഗ് പ്ലസ് എങ്ങനെയാണ് ഏതൊക്കെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്, എന്താണ് ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ മൊത്തത്തിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണല്ലോ. അപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് കൂടാതെ ഓരോ വാല്യൂസിന് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മാക്സിമം അത് സ്കിപ്പ് ചെയ്യും, കാരണം ഒന്നും ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് മാത്രം മതി. പക്ഷേ ബട്ട് സ്റ്റിൽ അതൊന്ന് ജസ്റ്റ് മനസ്സിലേക്ക് പതിയാനായിട്ട് ഓരോന്നിൻ്റെയും എങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്ന് ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ പറഞ്ഞു പോവാം. ഓക്കെ, പക്ഷെ അതൊന്നും കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് വേണ്ട ചില ലാസ്റ്റ് പാരാമീറ്റേഴ്സ് വാല്യൂ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ആ ഹാഫ് വേവ് റെക്ടിഫയറിലേക്ക് പോവാം. സോ ഫസ്റ്റ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ്, കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ സ്ലൈഡ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ചാറ്റ് ഇടാവോ ആരെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റെക്ടിഫയേഴ്സിലൊക്കെ നമ്മൾ തുടക്കം നോക്കുമ്പോൾ ഓക്കെ എല്ലായിടത്തും ഒരു ട്രാൻസ്ഫോമർ കാണാം. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ആ പവർ സപ്ലൈൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതൊരു റെക്ടിഫയറിൻ്റെ ഭാഗമല്ല കേട്ടോ, റെക്ടിഫയറിൻ്റെ ഭാഗമല്ല. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന സർക്യൂട്ട്, ഈ ഒരു സർക്യൂട്ടാണ് നമ്മുടെ റെക്ടിഫയർ. ഓക്കെ, ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ ക്ലിപ്പിംഗ് സർക്യൂട്ടാണ്. അതായത് ഇൻപുട്ട് വരുന്ന, ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഒരു സിഗ്നലായിരിക്കും, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, ഒരു സിനുസോയിഡൽ സിഗ്നൽ ആയിരിക്കും. അവിടെ പ്ലസ് ആൻഡ് മൈനസ് വാല്യൂ. ഓക്കെ, സേ അതിൻ്റെ വോൾട്ടേജ് സേ VM ടു -VM വരെയാണ് പോകുന്നത് കരുതുക. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജിനെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് കളയണം. അതായത് ഈ പറയുന്ന സിഗ്നലിനെ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കളയണം, കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പർ സർക്യൂട്ടാണ് ശരിക്കും ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഇതാണ്, സോ ഇറ്റ്സ് ബേസിക്കലി എ ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഹാഫ് വേവ് റെക്ടിഫയറിൽ ബേസിക്കലി ഒരു ഡയോഡ്, ഒരു D1 ഡയോഡ് D1ഉം ഒരു ലോഡ് റെസിസ്റ്റർ, അത് എന്തും ആവാം, ലോഡായിരിക്കണം എന്നുള്ളൂ, ഒരു ലോഡായിരിക്കണം, ഒരു ലോഡ് റെസിസ്റ്റൻസ് RL. ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ. ദിസ് ഫോംസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഓപ്പറേഷനാണ് ഞാനിവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഓക്കെ, സോ സപ്പോസ് ഇവിടെ ഇൻപുട്ടിൽ ഒരു സിനുസോയിഡൽ സിഗ്നൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യാന്ന്. സോ ഫസ്റ്റ് ഈ സിനുസോയിഡൽ സിഗ്നലിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് പോസിറ്റീവ് സൈക്കിളാണ് ഇതിൻ്റെ ഇൻപുട്ടിൽ നിന്ന് നോക്കുക കരുതുക. അതായത് അതിൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. സോ ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്.
അല്ലെ? പോസിറ്റീവ് വോൾട്ടേജ്, പോസിറ്റീവ് പൊളാരിറ്റി പറഞ്ഞാൽ എന്താണ്? ഇത് വേരി ചെയ്യുന്നത് 0 to VM, 0 to 10 ആണെങ്കിൽ ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് 0 ആവാം, 1 വോൾട്ട് ആവാം, 2 വോൾട്ട് ആവാം, 3 വോൾട്ട് ആവാം, എക്സെട്ര ടിൽ 10 വോൾട്ട് ആൻഡ് അഗെയിൻ ബാക്ക് എത്ര 9, 8 to till 0. ഇതാണ് പോസിറ്റീവ് പൊളാരിറ്റി. സോ ഈ പോയിന്റിൽ പ്ലസ് വോൾട്ടേജും ഈ പോയിന്റിൽ മൈനസ് വോൾട്ടേജും. ഓക്കെ, സോ ഈ സമയത്ത് ഇത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കറിയാം ഒരു ഡയോഡ് എങ്ങനെയാണ് ബയാസ് ചെയ്യുന്നത്. ബേസിക്കലി രണ്ട് രീതിയിൽ അല്ലേ? ഇപ്പോൾ ലൈക്ക് ഇത് ഡയോഡ്, ഇതെൻ്റെ ആനോഡും ഇത് കാത്തോഡും. സോ വെൻ ഇതിന് അക്രോസ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ആണ്, പ്ലസ് മൈനസ് വി വോൾട്ടേജ് അപ്ലൈ ആണെങ്കിൽ ദിസ് വിൽ ബി ലൈക്ക് എ ക്ലോസ് സ്വിച്ച്, ഒരു ക്ലോസ് സ്വിച്ച് പോലെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ നമ്മൾ ബയാസ് ചെയ്യുകയാണെങ്കിലോ, ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആണെങ്കിൽ ഈ പറയുന്ന ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി എൻ ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് പറഞ്ഞാൽ അത് കൂടെ കറണ്ട് ഒഴുകില്ല. ക്ലോസ് ലൂപ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അത് കൂടെ കറണ്ട് ഒഴുകും അല്ലേ? കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. ഹിയർ കറണ്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ ഇതുപോലെ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിളിൽ, ഓക്കെ, പോസിറ്റീവ് സൈക്കിളിൽ ഇവിടെ വോൾട്ടേജ് പ്ലസ്സും മൈനസും ആണെങ്കിൽ ഈ ഡയോഡ് എന്തായിരിക്കും? ഡയോഡിൻ്റെ ഈ പറയുന്ന ആനോഡിൽ പ്ലസ് അല്ലേ? സോ ഈ ഡയോഡ് വിൽ ബി എ ക്ലോസ്ഡ് വൺ, അല്ലെ? ക്ലോസ് സ്വിച്ച്. ഇറ്റ് വിൽ ആക്ട് ആസ് എ ക്ലോസ് സ്വിച്ച്. ഇങ്ങനെ ക്ലോസ് സ്വിച്ച് ആണെങ്കിൽ കറണ്ട് എങ്ങനെ ഒഴുകുക? പ്ലസ് നിന്ന് മൈനസിലേക്ക്. സോ പ്ലസ് നിന്ന് ഇത് കൂടെ പോയി റെസിസ്റ്ററിലൂടെ പോയി ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ഇതിനെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ആവും, പ്ലസ് മൈനസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് വരും. സേ കറണ്ട് ഐ ആണെങ്കിൽ ഇതിനെ അക്രോസ് വോൾട്ടേജ് എത്രയ്ക്കും? വി നോട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സിനുസോയിഡൽ സിഗ്നലാണ്, ഇങ്ങനെ സിനുസോയിഡൽ സിഗ്നലാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? കറണ്ടും ഇതേപോലെ ആയിരിക്കും, ഔട്ട്പുട്ടും ഇറ്റ് വിൽ ബി സിമിലർ ടു ദാറ്റ്. ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് സിനുസോയിഡ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് മോഡ്. ഓക്കെ, ഡ്യൂറിങ് പോസിറ്റീവ് സൈക്കിൾ ഓഫ് വീൻ. ഓക്കെ, പോസിറ്റീവ് സൈക്കിൾ ഓഫ് വീൻ, അതിൻ്റെ വോൾട്ടേജ് 0 to VM വേരി ചെയ്യും, ഇങ്ങനെ വേരി ചെയ്യും. ഓക്കെ, ആൻഡ് ആ സമയത്ത് ഡയോഡ് ഓൺ ആണ്, ഡയോഡ് വിൽ ബി ഓൺ ആൻഡ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യും ആൻഡ് വി വിൽ ഗെറ്റ് ദി പോസിറ്റീവ് സൈക്കിൾ. ഓക്കെ, അറ്റ് ദി ഔട്ട്പുട്ട്. ഇഫ് ഡയോഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയോഡ് ഐഡിയൽ ആണെങ്കിൽ എന്താണ് ഇൻപുട്ട് വരുന്നത് അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫേസ്. ഓക്കെ, നൗ സേ ഇൻ ദ സെക്കൻഡ് ഫേസ്. ഓക്കെ, സെക്കൻഡ് ഫേസിൽ സേ നമ്മുടെ കറണ്ട് മീൻസ് വോൾട്ടേജ് എന്തായിരിക്കും? നെഗറ്റീവ് ഫേസിലായിരിക്കും, നെഗറ്റീവ് പൊളാരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെ വന്നു, ഇവിടെ വരയ്ക്കാം. ഓക്കെ, നെഗറ്റീവ് പൊളാരിറ്റി പറഞ്ഞാൽ ഈ പോയിന്റിൽ മൈനസ്, ഈ പോയിന്റിൽ പ്ലസ്. സോ ആനോഡിൻ്റെ അവിടെ നെഗറ്റീവ്. സോ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഈ പറയുന്ന ഡയോഡ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും അല്ലേ? ഈ സ്വിച്ച് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. സോ ഇത് കൂടെ കറണ്ട് എത്രയാണ്? കറണ്ട് വിൽ ബി, സോ കറണ്ട് ശരിക്കും പ്ലസ് ടു മൈനസ് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഈ കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഐ വിൽ ബി ഈക്വൽ ടു 0. സോ ഇപ്പോൾ ആറിലാണ് റെസിസ്റ്റെങ്കിൽ വി നോട്ട് വിൽ ബി ഈക്വൽ ടു ആർ എൽ ഇൻറ്റു 0. സോ ദാറ്റ് ഈസ് 0 വോൾട്ട്. ഓക്കെ, സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ഇങ്ങനെയാണ്. അപ്പോൾ അത് ക്ലിപ്ഡായി അല്ലേ? അപ്പം ഇനി വീണ്ടും അടുത്തൊരു സൈക്കിളും കൂടി ഉണ്ടെങ്കിൽ എന്തുണ്ടാവുക? പോസിറ്റീവ് സൈക്കിളിൽ വീണ്ടും ഡയോഡ് ഓണായി ഔട്ട്പുട്ട് വരും, നെഗറ്റീവ് സൈക്കിളിൽ ഓഫാണ് 0. സോ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സോ ബേസിക്കലി നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഹാഫ് വേ റെക്ടിഫൈഡ് സിഗ്നൽ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു നോർമലി ഒരു ഹാഫ് വേ റെക്ടിഫയർ വർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ബേസിക്സ് ആണ്, നമ്മൾ ഒരുപാട് മുന്നേ ബിടെക്കിൽ പഠിച്ചതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ്. ഓക്കെ അല്ലേ? ഓപ്പറേഷൻ. സോ ദിസ് ഇസ് ഹൗ എ ഹാഫ് വേ റെക്ടിഫയർ വർക്ക്സ്. ഓപ്പറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, കാരണം ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ഇന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ നോക്കാം, എന്തുകൊണ്ടാണ് ഇതിൻ്റെ വർക്കിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന്. കാരണം ഏതിലും ഡയോഡ് റിമൂവ് ചെയ്താൽ, റെസിസ്റ്റർ റിമൂവ് ചെയ്താൽ എന്താണ് ഔട്ട്പുട്ടിൽ വേരിയേഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും വോൾട്ടേജ്, അങ്ങനത്തെ ചില ചോദ്യങ്ങൾ വരും. അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഹാഫ് വേ റെക്ടിഫയർ വർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക്
ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഹാഫ് വേ റെക്ടിഫയർ വർക്ക്സ്. നൗ ഞാൻ പറഞ്ഞല്ലോ റെക്ടിഫയറിൻ്റെ വർക്കിങ്ങും പിന്നെ അതിന് ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കുക, അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ എല്ലാ റെക്ടിഫയേഴ്സിൻ്റെയും ഒരു 6 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കണം. അതിലൊന്ന് അതിൻ്റെ ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പിന്നെ ഡി സി വോൾട്ടേജ് എത്ര ജനറേറ്റ് ചെയ്തു, RMS വോൾട്ടേജ് എത്ര ജനറേറ്റ് ചെയ്തു, അതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, അതിൻ്റെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എത്രയാണ്, ഇങ്ങനത്തെ ചില പാരാമീറ്റേഴ്സ് എല്ലാറ്റിൻ്റെയും ഹാഫ് വേ റെക്ടിഫയേഴ്സ് ആയാലും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുൾ വേ റെക്ടിഫയറിൻ്റെയും ആ പാരാമീറ്റേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എത്രയായിരിക്കും, ഈ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ എത്രയായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഹാഫ് വേ റെക്ടിഫയർ നോക്കാം. എങ്ങനെയാണ് ഈ പാരാമീറ്റേഴ്സിലേക്ക് എത്തിയത് നമുക്ക് ആദ്യം നോക്കാം. ഹാഫ് വേ റെക്ടിഫയറിൻ്റെ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലാസ്റ്റ് വാല്യൂ പഠിച്ചാൽ മതി. എന്നിട്ട് ഫുൾ വേ റെക്ടിഫയറിൻ്റെ ജസ്റ്റ് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നാം നോക്കാം. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഡയോഡ് നമ്മൾ വർക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഡയോഡിനെ ക്രോസ് നമ്മൾ വോൾട്ടേജ് വരും. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദ വോൾട്ടേജ് അറ്റ് വിച്ച് ആ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. എപ്പോഴാണ് ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയത്? ഈ പറയുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ നെഗറ്റീവ് ഹൗസ് സൈക്കിളിലാണ് ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയത് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ഹൗസ് സൈക്കിളിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ പോയിന്റിൽ ഈ ഡയോഡ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡ് ഇപ്പോൾ ലൈക്ക് റെക്ടിഫയറിൽ ഒരു ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നെങ്കിൽ അതിന് അക്രോസ് ഇൻ ദാറ്റ് റിവേഴ്സ് ബയസ് വാട്ട് ഈസ് ഇറ്റ്സ് മാക്സിമം വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് ഓർ മാക്സിമം വോൾട്ടേജ് അക്രോസ് ദാറ്റ് ഡയോഡ് വെൻ ഇറ്റ് ഈസ് ഇൻ റിവേഴ്സ് ബയസ്. ഓക്കെ, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കുമ്പോൾ ആ ഡയോഡിനെ ക്രോസ് വരുന്ന മാക്സിമം വോൾട്ടേജ്, അതാണ് എൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എത്രയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. സേ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് VM മൈനസ് VM ആണെന്ന് കരുതാം. ഓക്കെ, സോ ഇതിൽ ഈ റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഇത് കൂടെ കറണ്ട് എത്രയാണ്? കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. സോ ഇതിനെ അക്രോസുള്ള വോൾട്ടേജ് എത്രയാണ്? 0 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡയോഡിനെ അക്രോസുള്ള വോൾട്ടേജ് നോക്കാം. അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് Vin ആണ്, ഇവിടെ 0 ആണ്. സോ ഈ ഡയോഡിനെ അക്രോസുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഈ പോയിന്റ് ടു ഈ പോയിന്റ് എത്രയായിരിക്കും? ഈ പോയിന്റ് പറഞ്ഞാൽ ഈ പ്ലസ് തന്നെയാണ് ഇവിടുത്തെ പോയിന്റ് അല്ലേ. സോ ദിസ് വിൽ ബി Vin. ഓക്കെ, ദിസ് അക്രോസ് ദിസ് വിൽ ബി Vin പ്ലസ് മൈനസ് Vin. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഇവിടെ ഒരു Vin വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്വിച്ച് ആണ്. ഈ റെസിസ്റ്ററിനെ അക്രോസ് വോൾട്ടേജ് വിൽ ബി 0. ഓക്കെ, ഇതിന് അക്രോസ് എത്രയോ വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് അക്രോസ് എത്രയോ വോൾട്ടേജ് വന്നിട്ടുണ്ട്, നമുക്ക് അതാണ് കാണേണ്ടത്. ഓക്കെ, ആ വോൾട്ടേജ് പറഞ്ഞാൽ ഇവിടെ 0 ആണെങ്കിൽ ബാക്കി സമ്മേഷൻ ഷുഡ് ബി ഈക്വൽ ടു 0 അല്ലേ. KVL പ്രകാരം നെറ്റ് വോൾട്ടേജ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ V പ്ലസ് Vin ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ Vനും ജസ്റ്റ് ഓപ്പോസിറ്റ് പോളാരിറ്റി ഉണ്ട്, മൈനസ് V എന്ന് പറയാം. സോ V വിൽ ബി ഈക്വൽ ടു Vin. ഓക്കെ, സോ എൻറ്റയർ ഇഫ് ഡയോഡ് ഐഡിയൽ ആണ് ആൻഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ ദ എൻറ്റയർ വോൾട്ടേജ് ഫ്രം ദിസ് Vin എന്തിൻ്റെ ഈ ഡയോഡിന് അക്രോസ് ഉണ്ടാവും. സോ അതിൻ്റെ പീക്ക് വാല്യൂ എത്രയാണ് ഇതിന് അക്രോസ് വരിക? അത് ഈ പറയുന്ന സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ, അതായത് മൈനസ് VM വാല്യൂ ആണ് അതിൻ്റെ അക്രോസ് വരിക. സോ നമ്മളതിൻ്റെ പൊളാരിറ്റി പറയില്ല, അതിന് അക്രോസുള്ള മാഗ്നിറ്റ്യൂഡ്, അതായത് VM വാല്യൂ. ഓക്കെ, സോ ഇതിൻ്റെ പീക്ക് വാല്യൂ അക്രോസ് ദിസ് ഡയോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദിസ് വിൽ ബി ഈക്വൽ ടു VM. ഓക്കെ, സോ ഇതൊന്നും നോക്കണ്ട, റിവേഴ്സ് ബയാസിൽ ഇതിന് അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നു മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇതിലിപ്പോൾ റിവേഴ്സ് ബയാസിൽ ഇതിന് അക്രോസുള്ള മൈനസ് VM ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് അക്രോസ് വോൾട്ടേജ് ഇല്ല. സോ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് Vin ആണ്. മാക്സിമം വോൾട്ടേജ് ഓഫ് Vin ഈസ് VM. സോ മാക്സിമം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VM ആയിരിക്കും. ഓക്കെ, സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഹാഫ് വേ റെക്ടിഫയർ ഈസ് VM. സോ ഇത് മാത്രം ഓർത്താൽ മതി, ഇതൊന്നും ഇപ്പോൾ പറഞ്ഞ കഥകളൊന്നും ഓർത്തില്ലേലും ഇത് മാത്രം ഓർത്താൽ മതി. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് റെക്ടിഫയർ, ഹാഫ് വേ റെക്ടിഫയർ ഈസ് VM. ഓക്കെ, നൗ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ DC വോൾട്ടേജ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മോട്ടീവ്, ഈ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ AC-നെ DC-യിലേക്ക് ആക്കുക. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏത്? AC പറഞ്ഞ സിനുസോയിഡിനെ ഒരു സിംഗിൾ പോളാർ സിഗ്നലാക്കി മാറ്റുക. ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, പക്ഷെ അതിന് സിംഗിൾ പോളാർ സിഗ്നലാക്കി മാറ്റുക. ആ ഫ്ലക്ച്വേറ്റിംഗ് സിഗ്നലിന് എത്രത്തോളം DC ഉണ്ട്
എന്നുള്ളതാണ് ഡി സി വോൾട്ടേജ്. ഓക്കെ, സോ അതെങ്ങനെ കാണാമെന്ന. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഡി സി വോൾട്ടേജും ആർ എം എസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, ഈ ഔട്ട്പുട്ട് സിഗ്നലിൽ എത്രത്തോളം ഡി സി വാല്യൂ ഉണ്ടെന്ന് മാത്രം നമുക്ക് നോക്കുക. അതാണ് ഡി സി വോൾട്ടേജ്. അപ്പോൾ അതെങ്ങനെ കാണുക വെച്ചാൽ, എങ്ങനെയാണ് ഒരു സിഗ്നലിൻ്റെ ഡി സി, ഇപ്പോൾ സിനിസോയിഡ് ആണ്, സിനിസോയിഡ് ആവാതിരിക്കാം, ലൈക്ക് സേ ഇറ്റ് മേ ബി ട്രയാങ്കിൾ വേവ്, ഓക്കെ, ഒരു സ്ക്വയർ വേവ് ഓർ സം അതർ വേവ്, ഏതെങ്കിലും വേറെ സിഗ്നലുകളും ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആവറേജ് വോൾട്ടേജ്. ഓക്കെ, ഒരു സിഗ്നലിൻ്റെ ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ സിഗ്നലിൻ്റെ ആവറേജ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഔട്ട്പുട്ട് സിനുസോയ്ഡൽ സിഗ്നലിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടാൽ മതി. ആവറേജ് വാല്യൂ എത്രയാണെന്ന് കണ്ടാൽ മതി. അതാണ് അതിൻ്റെ ഡി സി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാണുക വെച്ചാൽ, ഒരു സിഗ്നലിൻ്റെ ഡി സി വോൾട്ടേജ് എങ്ങനെയാണ് വെച്ചാൽ, ഇപ്പോൾ സേ അതൊരു പീരിയോഡിക് സിഗ്നലാണെങ്കിൽ ആ ടൈം പീരീഡിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കിട്ടും, നമുക്ക് അതിൻ്റെ ഏരിയ കിട്ടും ബൈ അതിൻ്റെ ബേസ്. ഓക്കെ, സോ ഈ ഒരു സിഗ്നല് സേ വി നോട്ട്, ഓക്കെ, ഈ വി നോട്ട് സേ ടൈം പീരീഡിൽ നമ്മൾ ഇതിപ്പോൾ ഇവിടെ റേഡിയൻസിലല്ലേ കാണിച്ചത്, അപ്പോൾ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 0 to 2π. ഓക്കെ, ഒരു സിനുസോയിഡിൻ്റെ മൊത്തം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടുക, ഇതാണ് അതിൻ്റെ ഏരിയ ബൈ അതിൻ്റെ ബേസ്. ഇവിടുത്തെ ബേസ് എത്രയാണ്, 0 to 2π ഓർ പീരീഡ്, ടൈം പീരീഡ്. ഓക്കെ, സോ 1/2π. സോ 1/2π ഇൻറ്റു അതിൻ്റെ ഏരിയ, അതാണ് അതിൻ്റെ വി ഡി സി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ വി ഡി സി കാണുക. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വി ഡി സി ഈക്വൽ ടു 1/2π വി നോട്ട് ഡി ഒമേഗ ടി. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 0 to π, ഇപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു സിനുസോയ്ഡൽ സിഗ്നലാണ്. അപ്പോൾ വി നോട്ട് എന്ന് പറഞ്ഞാൽ ഈ സിനുസോയ്ഡൽ സിഗ്നൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി 0 to π വരെയാണ് അതിൻ്റെ സിനുസോയ്ഡൽ സിഗ്നൽ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് 0 to π വരെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 0 to π അതെങ്ങനെ ആക്ട് ചെയ്യണം, ഒരു സൈൻ വേവ് പോലെയാണ്. അപ്പോൾ സൈൻ വേവിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി 0 to πയും. ആൻഡ് π to 2π എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 0. സോ π to 2π ഇറ്റ് വിൽ ബി 0. സോ നമ്മൾ ഈ ഇൻ്റഗ്രേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 0 to π ആസ് എ സൈൻ വേവ്. സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊരു സിനുസോയ്ഡൽ സിഗ്നൽ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സൈൻ ഒമേഗ ടി, ഒരു സിനുസോയിഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ അതിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് വി എം ആണ്. സോ വി എം സൈൻ ഒമേഗ ടി, ഇതാണ് അതിൻ്റെ സിനുസോയ്ഡൽ സിഗ്നൽ ഫ്രം 0 to 2π. 0 to π. ഓക്കെ, അപ്പോൾ 0 to π നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു വി എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് 1/2π π to 2π എൻ്റെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് വി എം ബൈ പൈ. ഓക്കെ, സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത കോസ് ആവും. കോസ് 0 to π ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി -2. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിനോമിനേറ്ററിൽ പൈ മാത്രമേ ഉള്ളൂ. സോ വി എം ബൈ പൈ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡി സി വോൾട്ടേജ്. ഓക്കെ, ഈ സ്റ്റെപ്പുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, സ്റ്റെപ്പുകളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൺലി എങ്ങനെയാണ് ആ ഡി സി വോൾട്ടേജ് കിട്ടിയെന്ന് മാത്രം ഓർത്താൽ മതി. ഇങ്ങനെയാണ് ആവറേജ് ചെയ്തിട്ടാണ് കിട്ടിയത്. അത് ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ വി എം ബൈ പൈ പിന്നീട് മറന്നു കേട്ടോ. അപ്പോൾ സ്റ്റെപ്പുകളൊന്നും വേണ്ട, ഈ വാല്യൂ ലാസ്റ്റ് ഡി സി വാല്യൂ മാത്രം ഓർത്താൽ മതി. വി ഡി സി ഈക്വൽ ടു വി എം ബൈ പൈ. ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഡി സി വോൾട്ടേജ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഹാഫ് വേവ് റെക്ടിഫയർ മാത്രമല്ല. അപ്പോൾ ഇങ്ങനെ ഓർക്കണ്ട, നമ്മുടെ ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കാം, വല്ല സിഗ്നൽ സെൻസ് മീൻസ് കമ്മ്യൂണിക്കേഷനിൽ വല്ല സിഗ്നലിൻ്റെ ഒരു ക്വസ്റ്റൻ ആയിരിക്കാം. ഇങ്ങനെയാണ് സിഗ്നൽ, പീരിയോഡിക് ആണ്, നമുക്ക് ടൈം പീരീഡ് എല്ലാം നമുക്ക് തന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സേ 5 വോൾട്ട് എന്നൊക്കെ വേണ്ടിട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർത്താൽ മതി, ഹാഫ് വേവ് റെക്ടിഫയർ ഓർത്താൽ മതി. ഹാഫ് വേവ് റെക്ടിഫയറിന് സിമിലർ ആണല്ലോ
അപ്പോൾ ഇതിൻ്റെ ഡി സി വാല്യൂ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് Vm/π. സോ Vm എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്ക് വോൾട്ടേജ് എത്ര നോക്കുക സിഗ്നലിൽ 5 വോൾട്ട്. സോ ഇറ്റ് വിൽ ബി 5/π. ഇങ്ങനെ കണ്ടെത്താം കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, VDC = Vm/π. സോ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പറഞ്ഞാൽ ഡയോഡിന് അക്രോസ് ഉള്ള മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ഇൻ ദാറ്റ് റെക്ടിഫയർ. അത് ഈ ഹാഫ് വെയർ റെക്ടിഫയറിൽ Vm ആയിരുന്നു. രണ്ടാമത്തെ പാരാമീറ്റർ പറഞ്ഞാൽ എത്രത്തോളം DC വോൾട്ടേജ് ഈ പറയുന്ന റെക്ടിഫയർ ഡെലിവർ ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, അതെങ്ങനെയാണ് കാണുക? അത് അതിൻ്റെ ആവറേജ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ആവറേജ് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ DC വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടുക Vm/π ആണ് കേട്ടോ. ഇത് ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ ആണ് DC വോൾട്ടേജ്. ഓക്കെ, ഇപ്പോൾ 2 പാരാമീറ്റർ നമ്മൾ പഠിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. സോ തേർഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാരാമീറ്റർ തേർഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ RMS വോൾട്ടേജ് ആണ് കേട്ടോ. RMS വോൾട്ടേജ്. അപ്പോൾ ഇതിന് അക്രോസ് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ DC മാത്രമല്ല, അത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് DC അല്ലേ, ഇങ്ങനെയാണ്, ഫ്ലക്ച്വേറ്റിംഗ് DC ആണ്. സോ ഡെഫിനറ്റ്ലി അതിലൊരു AC കോമ്പോണൻ്റ് ഉണ്ട്. സോ എത്രത്തോളം ആ AC കോമ്പോണൻ്റ് ഉണ്ട് എന്ന് കണ്ടെത്തുന്നതാണ് നമ്മുടെ ഈ പറയുന്ന RMS വോൾട്ടേജ്. അപ്പോൾ RMS വോൾട്ടേജ് എങ്ങനെ കാണുക വെച്ചാൽ ഇറ്റ് ഈസ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, സോ മീൻ സ്ക്വയർ വാല്യൂ റൂട്ട്. അപ്പോൾ VRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, അപ്പോൾ മീൻ സ്ക്വയർ വാല്യൂ, അപ്പോൾ സ്ക്വയർ വാല്യൂവിൻ്റെ മീൻ, അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ സ്ക്വയറിനെ മീൻ എടുക്കുക. മീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിൻ്റെ ഏരിയ, ഓക്കെ, ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ബൈ 1/2π. ഇതാണ് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇവിടുന്ന്. ഇപ്പോൾ ഇവിടെ എഴുതിയുണ്ട് VRMS = ഇതാണ് മീൻ സ്ക്വയർ വാല്യൂ കേട്ടോ. ആ വാല്യൂവിൻ്റെ സ്ക്വയർ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 1/2π. അപ്പോൾ എന്ത് വരും? അതിൻ്റെ ആവറേജ് കിട്ടും. അതാണ് അതിൻ്റെ മീന്. റൂട്ട് ഓഫ് ദാറ്റ് ഈസ് VRMS. അപ്പോൾ ഇവിടെ V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് Vm sin ωt. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ അഗെയിൻ ഈ പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണല്ലോ. 0 to π വരെ സിനുസോയ്ഡൽ സിഗ്നൽ ഉള്ളൂ. അപ്പോൾ 0 to π അത് Vm sin ωt ആണ് V0. ആൻഡ് π to 2π എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, സോ അഗെയിൻ നമുക്ക് ആ ഒരു ഇൻ്റഗ്രലിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. 0 to π എന്ന് പറയുന്നത് Vm sin ωt ആണ്. സോ V0 സ്ക്വയർ ആവുണ്ട് Vm സ്ക്വയർ sin ωt ഹോൾ സ്ക്വയർ dωt പ്ലസ് π to 2π എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? സൈൻ സ്ക്വയർ ωt എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1 - cos 2ωt ഓക്കെ ബൈ 2. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 2നെ പുറത്തെടുത്താൽ 1/4π 0 to π Vm സ്ക്വയർ 1 - cos 2ωt. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ സൈന് വരും അല്ലേ, ഇവിടെ സൈൻ ωt, ഇവിടെ എന്ത് വരും? ωt വരും. അപ്പോൾ ഇവിടെ 0 to π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരെ π എന്നാണ്. ഓക്കെ, ഈ പൈയും ക്യാൻസലായി ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് Vm സ്ക്വയർ ബൈ 4. സോ റൂട്ട് ഓഫ് Vm സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ Vm/2. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ആവശ്യമില്ല കേട്ടോ, ഡെറിവേഷൻ ആവശ്യമില്ല, എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഇങ്ങനെ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹാഫ് വെയർ റെക്ടിഫയറിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ എൻഡ് ദ RMS വോൾട്ടേജ് ഓഫ് എ ഹാഫ് വെയർ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി Vm/2. ഓക്കെ, സോ നമ്മൾ ഇത് മൂന്നാമത്തെ പാരാമീറ്റർ ആണ്. ഫസ്റ്റ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ഈസ് Vm, DC വോൾട്ടേജ് ദാറ്റ് ഈസ് Vm/π, ആൻഡ് ഇത് പറഞ്ഞാൽ RMS വോൾട്ടേജ് ദാറ്റ് ഈസ് Vm/2. ഓക്കെ, ഹാഫ് വെയർ റെക്ടിഫയർ. ഞാൻ ഫോർത്ത് പാരാമീറ്ററിലേക്ക് വരാം. ഫോർത്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞല്ലോ DC ആണ് വേണ്ടത്, DC അല്ല AC കോമ്പണന്റ് ഉണ്ട്. സോ അതിൽ എത്രത്തോളം ഫ്ലക്ച്വേഷൻ കോമ്പണന്റ് ഉണ്ട്, ഓക്കെ, ആ ഫ്ലക്ച്വേറ്റിംഗ് കോമ്പണന്റ് ഒരു മെഷർ, അതിനെയാണ് റിപ്പിൾ ഫാക്ടർ. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് കോമ്പണന്റ് ഇൻ ദി ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്താൽ റിപ്പിൾ ഫാക്ടർ എങ്ങനെ കാണുന്ന വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് AC കോമ്പണന്റ് ഓഫ് ദ വേവ്. അതായത് ഔട്ട്പുട്ട് സിഗ്നലിലെ AC കോമ്പണന്റ് എത്രത്തോളം ഉണ്ടോ, ഓക്കെ, അതിൻ്റെ RMS ബൈ ഇറ്റ്സ് ആവറേജ് വാല്യൂ ഓഫ് ദി വേവ്. ഓക്കെ, സോ റിപ്പിൾ ഫാക്ടർ ഈസ് RMS വാല്യൂ ഓഫ് AC കോമ്പണന്റ് ഓഫ് ദ വേവ്. അതായത് ഈ ഔട്ട്പുട്ട് സിഗ്നലിൽ DC ഉണ്ട് AC ഉണ്ട്. അപ്പോൾ ഇതിലെ AC കോമ്പണന്റിലെ RMS വാല്യൂ ബൈ അതിൻ്റെ പ്യുർ DC വാല്യൂ, അതിനെയാണ് അതിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V0,
എന്ന് പറയുന്നത് ഇതിൽ രണ്ട് കോമൺ ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ എ സി വാല്യൂ, ഓക്കെ, പ്ലസ് അതിൻ്റെ ഡി സി വാല്യൂ, ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഈ എ സി വാല്യൂ പറഞ്ഞാണ് വി എ സി ഈക്വൽ ടു വി നോട്ട് മൈനസ് വി ഡി സി. ഓക്കെ, ഇതിൻ്റെ ആർ എം എസ് വാല്യൂ കണ്ടെത്തുക, അതാണ് മുകളിലത്തെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആർ എം എസ് വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരിക. നമുക്ക് അതിനെ നമ്മൾ വി ആർ എം എസ് ഡാഷ് എന്ന് വിളിച്ചു, തൊട്ട് മുന്നത്തെ വി ആർ എം എസ് അല്ലേ, ഇപ്പോൾ വി ആർ എം എസ് ഡാഷ് എന്ന് വിളിച്ചു. ഈ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വി ആർ എം എസ് സ്ക്വയർ മൈനസ് വി ഡി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അത് കുറച്ച് സ്റ്റെപ്പാണ്, പക്ഷെ പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത് വി ആർ എം എസ് ഡാഷ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ എം എസ് മൈനസ് വി ഡി സി സ്ക്വയർ. സോ ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് വേവ് എത്രയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്, ദാറ്റ് ഈസ് വി ഡി സി. ഓക്കെ, സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പൽ ഫാക്ടർ വിൽ ബി റൂട്ട് ഓഫ് വി ആർ എം എസ് സ്ക്വയർ മൈനസ് വി ഡി സ്ക്വയർ ബൈ വി ഡി സി. വി ഡി സിനെ ഉള്ളിലേക്ക് എടുത്താൽ എന്താ വരിക, വി ആർ എം എസ് ബൈ വി ഡി സി സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇതിൽ വി ആർ എം എസിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, വി ആർ എം എസിൻ്റെ വാല്യൂ വി എം ബൈ 2, ഇപ്പം നമ്മൾ കണ്ടേ ഉള്ളൂ, ബൈ ഡി സി പറഞ്ഞാൽ വി എം ബൈ പൈ. ഓക്കെ, സ്ക്വയർ മൈനസ് 1. അപ്പോൾ വി എം ക്യാൻസലായി നമുക്ക് കിട്ടുക പൈ സ്ക്വയർ ബൈ 4 മൈനസ് 1, റൂട്ട് ഓഫ് പൈ സ്ക്വയർ ബൈ 4 മൈനസ് 1. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് വരിക 1.21 ആണ്. ഓക്കെ, അഗെയിൻ ഈ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല കേട്ടോ, ആവശ്യമുണ്ട് ഈ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഡെഫിനേഷൻ ഒരു പക്ഷേ ഉപകാരപ്പെടാം, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഓർത്ത് വയ്ക്കേണ്ടത് ഇത് മാത്രമാണ്, ഗാമ റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങനെ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ഹാഫ് വേ റെക്ടിഫയർ റിപ്പിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.21 കിട്ടും. ഓക്കെ ഓക്കെ, നൗ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെക്ടിഫയർ എഫിഷ്യൻസി. പറഞ്ഞാൽ ഈ റെക്ടിഫയർ എത്രത്തോളം എ സിനെ ഡി സി ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഡി സി പവർ ഡെലിവേർഡ് ബൈ എ സി പവർ യൂട്ടിലൈസ്ഡ് എ സി പവർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അസ്യൂം ചെയ്യണത് ഈ പറയുന്ന ഡയോഡ് ഐഡിയലാണ്. ഐഡിയൽ ആണെങ്കിൽ ഡി സി പവർ ഡെലിവേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പവർ അക്രോസ് എ റെസിസ്റ്റർ അല്ലേ, ഡെലിവറി ചെയ്യണത് ഏതിന് അക്രോസ് ആണ്, ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആണ്. അപ്പോൾ ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ഒരു പവർ ഡെലിവറി ചെയ്യുക എന്ന് പറഞ്ഞാൽ പവർ ഈക്വൽ ടു ദ വോൾട്ടേജ് അക്രോസ് ദാറ്റ് റെസിസ്റ്റർ. സോ ഇവിടെ വി നോട്ട് ആണ്, വി നോട്ട് സ്ക്വയർ ബൈ ആർ എൽ. ഓക്കെ, നൗ സേ അത് ഡി സി പവർ ആണെങ്കിൽ, ഡി സി പവർ അതിനെ പി ഡി സി ഈക്വൽ ടു ഡി സി വോൾട്ടേജ് വി ഡി സി സ്ക്വയർ ബൈ ആർ എൽ. ഇതാണ് ഡി സി വോൾട്ടേജ് അക്രോസ് ആർ എൽ. എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർ എം എസ് വോൾട്ടേജ് അല്ലെ, ആർ എം എസ് ആണ് അതിൻ്റെ എ സി സിഗ്നൽ. സോ വി ആർ എം എസ് ബൈ ആർ എൽ. ഓക്കെ, പക്ഷെ ഇവിടെ എ സി സിഗ്നൽ എന്ന് പറയുന്നത് ഇത് പവർ യൂട്ടിലൈസ്ഡ് ബൈ ദി റെക്ടിഫയർ. പവർ യൂട്ടിലൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇൻപുട്ട്, വിന്റെ എത്രത്തോളം സിഗ്നൽ അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എ സി പവർ യൂട്ടിലൈസ്ഡ്. ഇതിൽ ശ്രദ്ധിച്ചറിയാം, പോസിറ്റീവ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഉണ്ട്, നെഗറ്റീവ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഇല്ല. നെഗറ്റീവ് സൈക്കിൾ ഔട്ട്പുട്ട് ഇല്ലാത്തതിന് കാരണം ഇത് ഓപ്പനാണ്. ഈ ഓപ്പൺ ആയിരിക്കുമ്പോൾ ഇതിന്ന് ഒരു കറണ്ടും ഇത് വലിക്കുന്നില്ല, മീൻസ് ഈ പറയുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിന് വലിക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഈ പറയുന്ന റെക്ടിഫയർ യൂട്ടിലൈസ് ചെയ്യണം ഇതേപോലത്തെ സിഗ്നലാണ്, ഈ ഹാഫ് വേ റെക്ടിഫൈഡ് പോലത്തെ സിഗ്നലാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് സിമിലർ ടു ആർ എം എസ് ഓഫ് ഹാഫ് വേ റെക്ടിഫയർ. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഡി സി വി ഡി സി ഇവിടെ പറയണത് എത്രയായിരുന്നു, വി ഡി സി ഇറ്റ് വാസ് വി എം ബൈ പൈ റൈറ്റ് സ്ക്വയർ ബൈ ആർ എൽ. ആൻഡ് ആർ എം എസ് എന്ന് പറയുന്നത് ഇതേ റെക്ടിഫയറിൻ്റെ ആർ എം എസ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് വി എം ബൈ 2 സ്ക്വയർ ബൈ ആർ എൽ. ഓക്കെ, സോ ബിക്കോസ് അതെന്താണ് ഹാഫ് വേ റെക്ടിഫൈഡ് സിഗ്നലാണ്. സോ ഇതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഈറ്റ പി ഡി സി ബൈ പി എ സി. ഓക്കെ, തൊട്ട് മുന്നേ പോലെ വി ഡി സി സ്ക്വയർ ബൈ ആർ എൽ, വി എ സി സ്ക്വയർ ബൈ ആർ എൽ, എ സി പവറിനെ കാണിക്കാൻ. ഇവിടെ ഞാൻ വി ഡി സിയും വി എ സി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി എം ബൈ പൈ, വി എം ബൈ 2. ഓക്കെ, വി എം ക്യാൻസൽ ആവും. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 40.6%. പെർസെൻറ്റേജിലാണ് നമ്മൾ എഫിഷ്യൻസി പറയാം. ഓക്കെ, അഗെയിൻ ഈ സ്റ്റെപ്പുകളൊന്നും ആവശ്യമില്ല. എഫിഷ്യൻസി ഓഫ് ഹാഫ് വേ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 40.6%. ഓക്കെ, ഇത് പറയുന്നത് ഒരു ഐഡിയൽ കേസിലാണ്, ഡയോഡ് ഐഡിയൽ ആകുമ്പോഴാണ് ഈ പറയുന്ന എഫിഷ്യൻസി.
ഓക്കെ അല്ലേ? നൗ നെക്സ്റ്റ് ലാസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു ഈ പറയുന്ന എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഡി സി പവർ ഡെലിവേർഡ് ബൈ ദ റെക്ടിഫയർ ടു എ സി പവർ യൂട്ടിലൈസ്ഡ് ബൈ ദ റെക്ടിഫയർ. ഇവിടെ പറയുന്നത് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഡി സി പവർ ഡെലിവേർഡ് ബൈ ദി റെക്ടിഫയർ. അതായത് റെക്ടിഫയർ ഡെലിവർ ചെയ്യുന്ന ഡി സി പവർ, ഓക്കെ, പി ഡി സി, ടു എ സി റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ സെക്കൻഡറി. ഈ ട്രാൻസ്ഫോമർ സെക്കൻഡറി, ഇതാണ് സെക്കൻഡറി. ഈ സെക്കൻഡറിയുടെ എത്രത്തോളം എ സി പവറാണ് ഡെലിവർ ചെയ്യണത്, അല്ലെ അതിൻ്റെ സെക്കൻഡറിയുടെ എ സി റേറ്റിംഗ്, അതായത് പി എ സി ഓഫ് സെക്കൻഡറി ഓഫ് ട്രാൻസ്ഫോമർ. സോ ഇവിടെ ഈവൻ ദോ ഈ റെക്ടിഫയർ മൊത്തം സിഗ്നലിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിലും, ഓക്കെ, ആക്ച്വലി റെക്ടിഫയർ ഈ പറയുന്ന സിഗ്നലിനെ മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളെങ്കിലും സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ എന്താണ്, ഈ മൊത്തം സിഗ്നലിനെയും അവിടെ ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ആർ എം എസ് ഓഫ് ദിസ് സിഗ്നൽ. ഓക്കെ, അത് മാത്രമാണ് അതിൽ വ്യത്യാസം. അതായത് ട്രാൻസ്ഫോമറിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാഫ് വേ റെക്ടിഫൈഡ് അല്ല, ഇറ്റ് ഈസ് എ ഫുൾ ഇൻപുട്ട്. ഓക്കെ, സോ ഇതിൻ്റെ വി ആർ എം എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വി എം ബൈ √2. ഓക്കെ, ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷനും പിന്നെ എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വി ഡി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി എം ബൈ പൈ ആണ്, ആൻഡ് വി ആർ എം എസ് ഓഫ് ട്രാൻസ്ഫോമർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വി എം ബൈ √2. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.287. ഓക്കെ, അഗെയിൻ ഇതൊന്നും ആവശ്യമില്ല, നമുക്കിത് മാത്രമേ വേണ്ടൂ കേട്ടോ, ഈ പറയുന്ന വാല്യൂ മാത്രമേ വേണ്ടൂ. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് എ ഹാഫ് വേ റെക്ടിഫയർ ഈസ് 0.287. യൂഷ്വലി എഫിഷ്യൻസി പെർസെൻറ്റേജിലും ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ഷനിലും വാല്യൂസിലാണ്, എന്താണോ കിട്ടിയ വാല്യൂ ആണ് നമ്മളവിടെ കാണിക്കുക. ഓക്കെ, സോ ഇതാണ് 6 പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ പറയുന്ന സ്ലൈഡുകളൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഈ വാല്യൂക്ക് എത്തിയെന്ന് മാത്രമാണ് കാണിച്ചത്. നമുക്ക് വേണ്ടത് ഇതിനൊന്ന് സമ്മറൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ലൈഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു ഹാഫ് വേ റെക്ടിഫയറിന്റെ 6 പാരാമീറ്റേഴ്സ്. വൺ ഈസ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി എം, അല്ലെ? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്, ദാറ്റ് ഈസ് വി എം. വാട്ട് ഇസ് എ ഡി സി വോൾട്ടേജ്, എത്രയാണ് ഡി സി പവർ ഈ പറയുന്ന റെക്ടിഫയർ ഡെലിവർ ചെയ്യണത്, അത് നമ്മൾ കണ്ടത് എത്രയാണ്, അതിൻ്റെ ആവറേജ് വാല്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എം ബൈ പൈ. ഓക്കെ, സിമിലർലി ഇറ്റ്സ് ആർ എം എസ് വാല്യൂ, എത്രത്തോളം എ സി പവർ അതിന് അക്രോസ് ഉണ്ട്, ഐ മീൻസ് ഔട്ട്പുട്ടിൽ ഉണ്ട്, അതാണ് വി ആർ എം എസ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എം ബൈ 2. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്താണ്. സിമിലർലി ഫോർത്ത് പാരാമീറ്റർ ഈസ് ഇറ്റ്സ് റിപ്പൽ ഫാക്ടർ. റിപ്പൽ ഫാക്ടർ എത്രയാണ്, ഇറ്റ് ഈസ് 1.21. അതൊരു ഹ്യൂജ് വാല്യൂ ആണ്. റെക്ടിഫയർ എഫിഷ്യൻസി, എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ എ സിനെ ഡി സി ആക്കുന്നത്. ഓക്കെ, ഈ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ എത്രയാണ്, 40.6% ആണ് കിട്ടിയത്. ആൻഡ് വാട്ട് ഈസ് ദ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.287. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ സിമിലർലി ഈ പാരാമീറ്റേഴ്സിന് ഇനി ഒരു ഹാഫ് വേ റെക്ടിഫയറിൻ്റെ മെയിൻ ഡ്രോബാക്ക് നമുക്ക് നോക്കാം. മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ 4 ഡ്രോബാക്കുകൾ. വൺ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സസീവ് റിപ്പിൾ. ഇതിൽ ശ്രദ്ധിച്ചറിയാം, നമുക്ക് വേണ്ടത് ഡി സി ആണ്, ഇങ്ങനെ ഡി സി വേണ്ടത്, പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരുപാട് റിപ്പിൾ ഉണ്ട്. ഈ റിപ്പിളിൻ്റെ വാല്യൂ നമ്മളൊന്ന് കണ്ടെത്തിയത് എത്രയാണ്, 1.21. അത് വളരെ ഹ്യൂജ് വാല്യൂ ആണ്. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് റിപ്പിൾ ഫാക്ടർ ഈസ് 1.21 and compared to other rectifier this is very high, so that's why a half wave rectifier has excessive ripple. Similarly, the efficiency is very low, it is less than 50%, 40.6%, so it's very less. പിന്നെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടറും വളരെ കുറവാണ്, എത്രത്തോളം ആ ട്രാൻസ്ഫോമർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതിൻ്റെ പകുതി സൈക്കിളേ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. സോ ലോ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ആൻഡ് ഡി സി സാച്ചുറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ സെക്കൻഡറി വൈൻഡിങ്. എന്തുകൊണ്ടാ വെച്ചാൽ ഒരു സൈക്കിളിൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, അല്ലേ? ഒരു സൈക്കിളിൽ മാത്രമേ, പോസിറ്റീവ് സൈക്കിളിൽ മാത്രമേ സിഗ്നൽ മൊത്തത്തിൽ കണ്ടക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതിന് അക്രോസ് വോൾട്ടേജ് അതേപോലെ നിൽക്കുക, കറണ്ട് ഒന്നും അത് കൂടെ ഫ്ലോ ചെയ്യുന്നില്ല. സോ അതാണ് there is a DC saturation of transformer secondary winding. So ഈ 4 എണ്ണമാണ് അതിൻ്റെ മെയിൻ ഡ്രോബാക്കുകൾ. ഓക്കെ,
Now coming to full wave rectifier, ഇത്രയും നേരം പറഞ്ഞതാണ് ഹാഫ് വേ റെക്ടിഫയർ. ലെറ്റ് us see full wave rectifier. സോ ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് ഫുൾ വേ റെക്ടിഫയറുകളുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് ഈസ് സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ ഹാഫ് വേ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ വേ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ സിഗ്നലിനെയും അതിനെ റെക്ടിഫൈ ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ. അപ്പോൾ സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയറിൽ എങ്ങനെ വെച്ചാൽ ഇറ്റ് യൂട്ടിലൈസസ് എ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. മുന്നത്തെ പോലല്ല, അതിന് നടുക്കിലൊരു ടാപ്പ് ചെയ്തിട്ട് ഒരു പോയിന്റ് എടുക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ടു ഡയോഡ് D1 ആൻഡ് D2. ഓക്കെ, സോ ആൻഡ് ഈ D1 ആൻഡ് D2ൻ്റെ ലാസ്റ്റ് പോയിന്റ് ആ നോഡ് കണക്ട് ചെയ്ത് അതാണ് ലോഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ എങ്ങനെ വെച്ചാൽ, അപ്പോൾ ഇവിടെ അക്രോസ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്പ്ലിറ്റഡ് ലൈക്ക് ദിസ്, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, സോ ഈ രണ്ട് ഇൻപുട്ട് ഉണ്ട്, വിഇന് വിഇന്. ഓക്കെ, സോ സേ വിഇൻ എന്ന് പറയുന്നത് ഇതാണ് ഒരു സിനുസോയ്ഡൽ സിഗ്നൽ അല്ലേ. അപ്പോൾ സേ ഇറ്റ് ഈസ് പോസിറ്റീവ് പൊളാരിറ്റി. പോസിറ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, പ്ലസ് മൈനസ്. സോ എന്തുണ്ടാവുക, D1 ഓൺ ആയിരിക്കും. D1 വിൽ ബി ഓൺ. ഓക്കെ, ഓക്കെ, D1 വിൽ ബി ഓൺ ആൻഡ് D2 വിൽ ബി ഓഫ്. സോ ഇവിടെ നിന്ന് പ്ലസ് നിന്ന് മൈനസിലേക്കല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ പ്ലസ് നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വരും. ഇവിടെ ഓഫ് ആവുകൊണ്ട് ഇത് കൂടെ കറണ്ട് ഒഴുകില്ല, പകരം ഈ RL-ലൂടെ കറണ്ട് ഒഴുകും. ഓക്കെ, ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്ത പോലെയാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഗോ ബാക്ക് അഗെയിൻ ടു മൈനസ്. ഓക്കെ, സോ ഇവിടെ കറണ്ട് മുകളിൽ താഴേക്കാവുണ്ട് RL-ന് അക്രോസ് ഇങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് വരിക. സോ I into RL വിൽ ബി ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഈ പോസിറ്റീവ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് ഒരു പോസിറ്റീവ് സിനുസോയിഡ് കിട്ടും. സിമിലർലി say it is in നെഗറ്റീവ് പൊളാരിറ്റി. നെഗറ്റീവ് പൊളാരിറ്റിയിലാവുമ്പോൾ ഇങ്ങനെ വരിക, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇങ്ങനെയാണ് വി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഡയോഡ് എന്തായിരിക്കും, ഇത് ഓപ്പൺ ആയിരിക്കും അല്ലേ. ഇവിടെ മൈനസ് ആണ് വരുന്നത്, ഇവിടെ പ്ലസ് വരുന്നത്. സോ ദിസ് ഡയോഡ് വിൽ ബി ഓപ്പൺ. ഇവിടെ പ്ലസ് ആണ് വരുന്നത്, ആനോഡിൻ്റെ അവിടെ പ്ലസ് ആകുമ്പോൾ ഈ ഡയോഡ് ക്ലോസ്ഡ് ആയിരിക്കും. സോ ഇതിൻ്റെ പൊളാരിറ്റി പ്ലസ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഡയോഡ് കൂടെ കറണ്ട് എങ്ങനെ ഒഴുകുക, കറണ്ട് ഇതിൽ കൂടെ വന്ന് പ്ലസ് ടു മൈനസ്. സോ ഈ നോഡിന് മുകളിലേക്ക് പോകില്ല, കാരണം ഈ ഡയോഡ് ഓഫാണ്. സോ ഇറ്റ് വിൽ അഗെയിൻ ഫ്ലോ ത്രൂ ദിസ് RL ലൈക്ക് ദിസ്. മുകളിൽ നിന്ന് താഴേക്ക് തന്നെയാണ് ഫ്ലോ ചെയ്യുക. സോ ഇവിടെ ശ്രദ്ധിച്ചറിയാം, കറണ്ട് മുകളിൽ താഴേക്ക്. സോ മുകളിൽ പൊളാരിറ്റി പ്ലസ് മൈനസ് കൊണ്ട് തന്നെ തൊട്ട് മുന്നത്തെ എന്തായിരുന്നോ പൊളാരിറ്റി, അതേ പൊളാരിറ്റി അത് ഫോളോ ചെയ്യണം. ഓക്കെ, ആ കറണ്ട് പോയി ഗ്രൗണ്ട് പറഞ്ഞാൽ അഗെയിൻ ഈ പോയിന്റിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഇനീഷ്യലി നമുക്ക് പോസിറ്റീവ് പൊളാരിറ്റി കിട്ടിച്ചാൽ ഇപ്പോഴും പോസിറ്റീവ് പൊളാരിറ്റി. റീസൺ എന്താണ്, കറണ്ട് ലോഡിലൂടെ ഒരേ ഡയറക്ഷനിലൂടെ കറണ്ട് ഒഴുകുന്നത്. ഓക്കെ, സോ നമുക്ക് അഗെയിൻ ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള ഒരു സിഗ്നൽ കിട്ടും. അഗെയിൻ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്താണ്, നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. സോ വിൽ ഗെറ്റ് എ ഫുൾ വേ റെക്ടിഫൈഡ് സിഗ്നൽ. സോ ഇങ്ങനെയാണ് ഈ ഫുൾ വേ റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്, സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇതിനൊരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആവശ്യം. നമുക്കൊരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആവശ്യം. അപ്പോൾ നോർമൽ സെൻറ്റർ ടാപ്പില്ലാത്ത ട്രാൻസ്ഫോമർ കൊണ്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, സെക്കൻഡ് തിങ്, ഇതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമുക്ക് നോക്കാം. ഓക്കെ, സോ സേ ഒരു കേസ് നോക്കാം. സേ ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിളാണ്, അതായത് പ്ലസ് മൈനസ്. ഓക്കെ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് പറഞ്ഞാൽ ഒരു ഡയോഡ് റിവേഴ്സ് ആണെങ്കിൽ ആ റിവേഴ്സ് ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റൈറ്റ്. സോ ഇവിടെ വിഇൻ നമുക്കറിയാം ഇത് ഓൺ ആണ്, പോസിറ്റീവ് സൈക്കിളിൽ ഓൺ ആണ്. ആൻഡ് ദിസ് ഡയോഡ് വിൽ ബി ഓഫ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ആണെങ്കിൽ അപ്പോൾ ഇതിന് അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നു നോക്കിയാൽ മതി, ഇതിന് അക്രോസ് ഉള്ള എത്ര വോൾട്ടേജ് വരുന്നു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്, ഈ നോഡ് 1, ഇത് നോഡ് 2. ഓക്കെ, അപ്പോൾ ഇത് ഐഡിയൽ ആവുകൊണ്ട് ഇത് ക്ലോസ്ഡാ അല്ലേ. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്രയാണ്, ഇവിടെ വിഇൻ ആണ്. ഓക്കെ, ആൻഡ് അപ്പോൾ ഈ പോയിന്റിൽ എത്രയാണ്, വിഇൻ ആണ്. അപ്പോൾ അതേ പോയിന്റാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് വിഇൻ. ഓക്കെ, ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ വരയ്ക്കുകയാണെങ്കിൽ ഈ നോഡ് 2, ഈ നോഡ് 1. സോ
വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2ൻ്റെ അവിടെ വീൻ ആണ്. ഓക്കെ, ഈ പോയിന്റ് 1ൽ എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു 1 ഐ ഹാവ് മൈനസ് വീൻ. സോ മൈനസ് പ്ലസ് വി ഹാവ് വീൻ. ഓക്കെ, ഓർ ഈ പോയിന്റിൽ നമുക്ക് പറയാം മൈനസ് വീൻ വോൾട്ടേജ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ വരുന്നത് പ്ലസ് വീൻ വോൾട്ടേജ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്, ഈ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു V2 മൈനസ് V1. ദാറ്റ് ഈസ് Vin മൈനസ് മൈനസ് Vin ഓർ 2 Vin. ഓക്കെ, ട്വൈസ് ദ വോൾട്ടേജ്. അപ്പോൾ സേ ഇൻപുട്ട് സിഗ്നലിൻ്റെ പീക്ക് വോൾട്ടേജ് VM ആണെങ്കിൽ ഇതിന് അക്രോസ് വരുന്ന മാക്സിമം പീക്ക് വോൾട്ടേജ് എത്രയായിരിക്കും? 2 VM ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഒരു സെൻറ്റർ ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. സോ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഡ്രോബാക്ക്. വൺ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിന് സെൻറ്റർ ടൈപ്പ് ട്രാൻസ്ഫോമർ വേണം. സെക്കൻഡ് ഈസ് ഇറ്റ്സ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വെരി ഹൈ, 2 VM. ഓക്കെ, സോ ഇതിനെ റെക്ടിഫൈ ചെയ്യാനാണ് അടുത്തൊരു റെക്ടിഫയർ വരുന്നത്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിൽ എങ്ങനെ വെച്ചാൽ ഇതിൽ 4 ഡയോഡുകൾ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് എ ബ്രിഡ്ജ്. ഓക്കെ, സോ ദിസ് ഡയോഡ് D1, D2, D3 ആൻഡ് D4. ഇതിലേക്ക് ഒരു ഡയറക്റ്റ്ലി നമ്മുടെ നോർമൽ സെൻറ്റർ ടൈപ്പ് അല്ലാത്തൊരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ സേ ഇതാണ് നമ്മുടെ സിനുസോയ്ഡൽ സിഗ്നൽ. ആൻഡ് നമ്മുടെ ഈ പോസിറ്റീവ് സൈക്കിളിൽ എന്ത് സംഭവിക്കും നോക്കാം, ഓർ പോസിറ്റീവ് പൊളാരിറ്റി ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി ആകുമ്പോൾ ഇവിടെ പ്ലസ്, ഈ പോയിന്റിൽ നോഡിൽ പ്ലസ്, ഈ നോഡിൽ നെഗറ്റീവ്. അല്ലെ ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പോൾ ഏതൊക്കെ ഡയോഡ് ഓൺ ആവും? ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ നോഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഡയോഡ് ഓൺ ആണ്. ഓക്കെ, പക്ഷേ ഇത് ദിസ് വിൽ ബി ഓഫ്. ഓക്കെ, സിമിലർലി ഈ നോഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് അല്ലേ, മൈനസ് ആകുമ്പോൾ ഏതാണ്? ഈ ഡയോഡ് ഓണാണ്. ഈ ഡയോഡ് ഓൺ ആണ്. ഇവിടെ പ്ലസിൻ്റെ അവിടെയാണ് മൈനസ്, അപ്പോൾ ഇതെന്താവും? ഇത് ഓഫ് ആവും. ദിസ് വിൽ ബി ഓഫ്. ഓക്കെ, സോ ഇതിൻ്റെ വോൾട്ടേജ് എങ്ങനെ, അല്ല കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും നോക്കാം. അപ്പോൾ ഇവിടുന്ന് പ്ലസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ, കറണ്ട് പ്ലസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പോയി ഇവിടെ ഓഫാണ്. അപ്പോൾ നമ്മൾ എന്ത് വരും? കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് ഡയോഡ്. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഒഴുകില്ല, പകരം ഇങ്ങോട്ട് ഒഴുകും ത്രൂ RL, മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകും. ഓക്കെ, ഈ ഗ്രൗണ്ടും ഒന്നാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് ഒന്നാണ്. സോ ഈ കറണ്ട് ഇത് കൂടെ വന്ന് വീണ്ടും ഗ്രൗണ്ട് വഴി കയറി ഇതിലൂടെ നെഗറ്റീവിലേക്ക് വരും. ഓക്കെ, സോ ഇങ്ങനെ നോക്കണ്ട, മുകളിൽ കൂടെ കറണ്ട് വന്ന് കേട്ടോ, ഈ ഡയോഡ് കൂടെ കറണ്ട് വന്ന് ലോഡ് റെസിസ്റ്റൻസിൽ മുകളിൽ കൂടെയാണ് പ്ലസ് മൈനസ് വന്നിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ്. സോ V0 വിൽ ബി ഈക്വൽ ടു I into RL. ഓക്കെ, ഓക്കെ, സോ വെൻ പോസിറ്റീവ് പൊളാരിറ്റി ആകുമ്പോൾ കറണ്ട് വിൽ ഫ്ലോ ഇൻ ദിസ് ഡിറക്ഷൻ. ഓക്കെ, V0 വിൽ ബി ഈക്വൽ ടു I into RL. ഓക്കെ, സോ എന്താണ് ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവ് പൊളാരിറ്റിയിൽ വന്ന് ആ സിഗ്നലാണ് ഔട്ട്പുട്ട് വരിക. ഓക്കെ, നൗ വിൽ സി okay, now we'll see negative half cycle. So say ഇതാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പോൾ പൊളാരിറ്റി വിൽ ബി ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഓർ ദിസ് പോയിന്റ് വിൽ ബി മൈനസ് ആൻഡ് ദിസ് പോയിന്റ് വിൽ ബി പ്ലസ്. ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് എവിടെ ആയിരിക്കും? ഈ ഡയോഡുകൾ എന്തായിരിക്കും? ഈ ഡയോഡ്, ദിസ് ഡയോഡ് വിൽ ബി ഓപ്പൺ, ദിസ് ഡയോഡ് വിൽ ബി ക്ലോസ്ഡ് അല്ലേ. സിമിലർലി ഈ ഡയോഡ് എന്തായിരിക്കും? ഈ ഡയോഡ് പ്ലസ് അല്ലേ, അപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ആൻഡ് ദിസ് ഡയോഡ് വിൽ ബി ഓപ്പൺ. ഓക്കെ, അപ്പോൾ പ്ലസ് ടു മൈനസ് ആ കറണ്ട് ഒഴുകണം. അപ്പോൾ ഇവിടുന്ന് പിടിക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. ഇവിടെ പ്ലസ്. ഓക്കെ, കറണ്ട് ഇങ്ങനെ ഒഴുകി. ഓക്കെ, മുകളിലോട്ട് ഒഴുകില്ല കാരണം ഈ ഡയോഡ് ഓഫാണ്. സോ അഗെയിൻ ഇറ്റ് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. ഓക്കെ, വീണ്ടും ഗ്രൗണ്ട് വഴി ഇങ്ങനെ കയറും അല്ലേ. ഗ്രൗണ്ട് വഴി കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഓക്കെ, സോ അഗെയിൻ മുകളിൽ താഴോട്ടല്ലേ കറണ്ട് ഒഴുകുന്നത്. സോ അഗെയിൻ ഇറ്റ് വിൽ ബി I into RL. പൊളാരിറ്റി വിൽ ബി പ്ലസ് മൈനസ്, പഴയ അതേ പൊളാരിറ്റി. സോ ഈവൻ ദോ നമ്മുടെ പൊളാരിറ്റി, ഇൻപുട്ട് സിഗ്നൽ പൊളാരിറ്റി നെഗറ്റീവ് ആണെങ്കിലും ഔട്ട്പുട്ട് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഇത് അഗെയിൻ അടുത്ത സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്ത് വിൽ ഗെറ്റ് എ
ഫുൾ വേ റെക്ടിഫൈഡ് സിഗ്നൽ. ഓക്കെ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ വർക്കിംഗ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി. ഓക്കെ, സോ ഇതാണ് ഒരു ഫുൾ വേ റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്, ബ്രിഡ്ജ് ബേസ്ഡ് ഫുൾ വേ റെക്ടിഫയർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആവശ്യമില്ല. ആൻഡ് ഓൾസോ ഇവിടെ റിവേഴ്സ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താ ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റിയിൽ പ്ലസ് മൈനസ് ആകുമ്പോൾ വി നോ ഈ ഡയോഡ് ക്ലോസ്ഡ് ആണ്, ഈ ഡയോഡ് ക്ലോസ്ഡ് ആണ്, ഈ ഡയോഡ് ഓപ്പനാ, ഈ ഡയോഡും ഓപ്പൺ ആണ്. ഓക്കെ, ഈ ഓപ്പൺ റിവേഴ്സ് ബയാസ് സമയത്ത് ആ ഡയോഡിനെ ക്രോസ് എത്രത്തോളം വോൾട്ടേജ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് അതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഈ ഡയോഡ് തൽക്കാലം എടുക്കാം, സേ D1 എന്ന് പറഞ്ഞാൽ ഈ ഡയോഡ് മാത്രം എടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നോഡിൽ എത്രയാണ് വോൾട്ടേജ്, സേ ഇത് V എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തെങ്കിൽ ഈ നോഡിൽ വോൾട്ടേജ് എത്രയാണ്, ദാറ്റ് ഈസ് Vin. ആൻഡ് ഈ നോഡിൽ എത്ര വോൾട്ടേജ്, ദിസ് ഇസ് 0 ഗ്രൗണ്ട്. സോ D1 അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഈ പോയിന്റ് മൈനസ് ഈ പോയിന്റ്. സോ D1 അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി Vin. ഓക്കെ, അപ്പോൾ വിൻ്റെ ഇതിനെ അക്രോസ് ഉള്ള പീക്ക് വോൾട്ടേജ്, റിവേഴ്സ് വോൾട്ടേജ് എത്രയായിരിക്കും, ഇറ്റ് വിൽ ബി ദ പീക്ക് വോൾട്ടേജ് ഓഫ് ദിസ് Vin. സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു Vm ഇറ്റ് സെൽഫ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ട്വൈസ് Vm ആണ്, 2 Vm ആണ്. പക്ഷേ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് Vm കുറവാണ്. അപ്പോൾ ഇതാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കുറയും തോറും ബെറ്റർ പറയാൻ കാരണം എന്താ വെച്ചാൽ റിവേഴ്സ് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്ക് കൂടിക്കഴിഞ്ഞാൽ ആ ഡയോഡ് ബ്രേക്ക് ഡൗണിലേക്ക് വരാം, അവലാൻച്ച് ബ്രേക്ക് ഡൗണിലേക്ക് വരാം, ചിലപ്പോൾ അത് നാശമാവാം. അപ്പോൾ നമ്മുടെ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈ പറയുന്ന അവലാൻച്ച് ബ്രേക്ക് ഡൗണിനേക്ക് കൂടുതലാവുകയാണെങ്കിൽ ഡയോഡ് നാശമാവും അല്ലേ. അപ്പോൾ ആ ഇൻപുട്ട് വോൾട്ടേജ് കുറവായിരിക്കണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ അവലാൻച്ച് ബ്രേക്ക് ഡൗണിന് കുറവായിരിക്കണം. അപ്പോൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന് Vm വാല്യൂ ഉണ്ട്, അത് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാം. മീൻസ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ട് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് വരെ കൊടുക്കാം. പക്ഷേ ഒരു സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ ആണെങ്കിൽ ഇപ്പോൾ സേ 5 വോൾട്ട് ആണ് അതിൻ്റെ ഇൻപുട്ട് സിഗ്നലിൻ്റെ പീക്ക് എങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് 10 വോൾട്ട് വരും. അപ്പോഴേക്കും ചിലപ്പോൾ ഡയോഡ് 5 വോൾട്ട് കൊടുക്കുമ്പോഴേക്കും അത് നാശമായി ഉണ്ടാവും 10 വോൾട്ട് വരുമ്പോൾ. അപ്പോൾ 5 വോൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് 2.5 ലേക്ക് നിർത്തണം, മാക്സിമം വാല്യൂ അവിടെ നിർത്തണം. സോ ഇൻപുട്ട് വോൾട്ടേജ് വളരെ കുറവേ കൊടുക്കാൻ പറ്റുള്ളൂ ബ്രിഡ്ജ് സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ. സോ അതാണ് അതിൻ്റെ ഡ്രോബാക്കിനാണ്. അത് ഇവിടെ നമ്മൾ ഓവർകം ചെയ്തു. ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെക്ടിഫയർ. സോ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്നും നമ്മൾ ഓർത്തില്ലെങ്കിലും ഈ ഒരു സ്ലൈഡ് മാത്രം ഓർത്താൽ മതി നമ്മുടെ ഈ എക്സാമിന് വേണ്ടി. ഇതതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. 6 പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കിയായിരുന്നു. അതായത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, VDC, VRMS എല്ലാം. നമുക്ക് ഈ പറയുന്ന 2 റെക്ടിഫയറിന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എന്താ വാല്യൂ വരുന്നത്. എങ്ങനെ കണ്ടെത്തുക വെച്ചാൽ ഹാഫ് വേ റെക്ടിഫയറിന് എങ്ങനെയാണോ കണ്ടെത്തി അതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് കണ്ടെത്തുക. അപ്പോൾ സെൻറ്റർ ടൈപ്പ് റെക്ടിഫയറും ബ്രിഡ്ജ് ഫുൾ വേ റെക്ടിഫയറിൻ്റെയും എല്ലാ 2 പാരാമീറ്റർ ഒഴികെ ബാക്കി 4 പാരാമീറ്റർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ മാത്രമേ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം ഒന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ആ 2 നോക്കാം. ഇപ്പോൾ സെൻറ്റർ ടൈപ്പ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയായിരുന്നു, എത്രയാണ് 2 Vm ആണ്. ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് എത്രയാണ്, Vm ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ അത് നമ്മൾ കണ്ടിരുന്നല്ലോ, എത്രത്തോളം ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആ ട്രാൻസ്ഫോമറിനെ യൂട്ടിലൈസ് ചെയ്തു. അതായത് പവർ ഡെലിവേർഡ്, DC പവർ ഡെലിവേർഡ് ബൈ AC പവർ ഫ്രം ദി സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഓക്കെ, അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ വാല്യൂ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.693, വൈൽ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ പറഞ്ഞാൽ 0.812. ഓക്കെ, ഇപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടെയാണ്, ലീസ്റ്റ് പറയുന്നത് ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ആണ്. ഏറ്റവും ഹയസ്റ്റ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസ് ചെയ്യുന്ന ആരെയാണ്, ബ്രിഡ്ജ് റെക്ടിഫയർ 0.812. ഓക്കെ, സോ ഇതാണ് ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ. ആൻഡ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജുകൾ തമ്മിലാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, ബാക്കി വരുന്ന 4 ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൻ്റെയും സെയിം ആണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കാം ഡി സി പവർ. ഓക്കെ, വി ഡി സി. ഓക്കെ, സെൻട്രൽ ടാപ്പ്. അപ്പോൾ നമ്മൾ ഡി സി വോൾട്ടേജ്, ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ഡി സി വോൾട്ടേജ് എത്രയായിരുന്നു? VM/π. ഓക്കെ, ഒരു സെൻട്രൽ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ, നോർമലി ഫുൾ വേ റെക്ടിഫയറിൻ്റെ ഡി സി പവർ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ ഹാഫ് വേ റെക്ടിഫയർ ഇത്രയായിരുന്നു അല്ലേ, സിഗ്നൽ ഹാഫ് വേ റെക്ടിഫൈ ചെയ്തിട്ടുള്ളൂ. സോ അതിൻ്റെ ഡി സി ആണ് VM/π. ഓക്കെ, ഫുൾ വേ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിഗ്നൽ കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നല്ലേ ഫുൾ വേ റെക്ടിഫയർ. ഓക്കെ, സോ ഇതിൻ്റെ ഡി സിയും എത്രയായിരിക്കും? VM/π ആണ്. അപ്പോൾ ഒരു ഫുൾ വേ റെക്ടിഫയർ എന്തായിരിക്കും? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ വിൽ ഗെറ്റ് 2 VM/π. ദാറ്റ് വിൽ ബി ദി ഡി സി വോൾട്ടേജ്. സോ ഡി സി വോൾട്ടേജ് ഓഫ് എ ഫുൾ വേ റെക്ടിഫയർ ഈക്വൽ ടു 2 VM/π, twice of DC voltage, twice of half wave rectifier. Okay, similarly RMS voltage, half wave rectifier RMS voltage നമുക്ക് VM/2 ആയിരുന്നു. സെൻറ്റർ ടാപ്പ് ആൻഡ് ബ്രിഡ്ജ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു VM/√2. ഇത് നന്നായി ഓർത്ത് വയ്ക്കുക, ഈ വാല്യൂസുകളെല്ലാം VM/√2. സിമിലർലി റിപ്പൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ വെരി ഹൈ ആയിരുന്നു, 1.21. പക്ഷേ സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പൾ ഫാക്ടർ വരുന്ന വാല്യൂ വളരെ കുറവായിരിക്കും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.482. സെയിം പ്രൊസീജിയർ ഓക്കെ ഫോളോ ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ വാല്യൂ മാത്രം ഓർത്താൽ മതി. റിപ്പൾ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു 0.482. ആൻഡ് എഫിഷ്യൻസി നോക്കുമ്പോൾ 40 ആയിരുന്നു ഹാഫ് വേ റെക്ടിഫയർ. ഇതിൻ്റെ പറഞ്ഞ ട്വൈസ് ദ എഫിഷ്യൻസി. അപ്പോൾ ഇതിനെ ഇൻറ്റു 2 നോക്കിയാൽ മതി. ഇൻറ്റു 2 നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 81.2. അത്രയും എഫിഷ്യൻ്റ് ആണ് ഫുൾ വേ റെക്ടിഫയർ. സോ ഇതാണ് ഈ പറയുന്ന 3 റെക്ടിഫയേഴ്സിൻ്റെയും പാരാമീറ്റർ ടേബിൾ. ഈ ഒരു സ്ലൈഡ് നന്നായി ഓർത്ത് വയ്ക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഈ ഒരു സ്ലൈഡ് നന്നായി ഓർത്ത് വയ്ക്കുക. ഇതെന്നാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചില ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഓടിച്ചു നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് 2021 കേരള PCയിൽ ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഈ പറയുന്ന പോളി ലെക്ചറിൽ. ഇഫ് എ സിംഗിൾ ഡയോഡ് ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ ഓപ്പൺസ്, ദ DC വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഇൻപുട്ട് VM sin ωt is. ചോദ്യം ഇതാണ്, ഇഫ് എ സിംഗിൾ ഡയോഡ് ഓഫ് എ ബ്രിഡ്ജ് റെക്ടിഫയർ ഓപ്പൺസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒരു ഡയോഡിനെ ഓപ്പൺ ചെയ്താൽ, സോ ഇതിൽ ചോദ്യം ഇതാണ്, സേ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒരു ഡയോഡിനെ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ സേ ഈ ഡയോഡിനെ ഞാൻ ഓപ്പൺ ചെയ്തു, അതായത് ഇതില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്? ആ ഔട്ട്പുട്ടിൻ്റെ DC വാല്യൂ എന്തായിരിക്കും? ഓക്കെ, ഇപ്പോൾ നോർമലി ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഈ പറയുന്ന ഫുൾ വേ റെക്ടിഫയറിൻ്റെ VM/√2 ആണ്. അപ്പോൾ ഇതിനെന്തായിരിക്കും നോക്കുക. അപ്പോൾ ഈ ഡയോഡ് ഇല്ലെങ്കിൽ, ഇപ്പോൾ പോസിറ്റീവ് സൈക്കിൾ, ഓക്കെ, പോസിറ്റീവ് സൈക്കിളിൽ എന്താണ്? ഈ പറയുന്ന ഡയോഡ് ഓണാ അല്ലേ? ഈ ഡയോഡ് ഓണാണ്, ഈ ഡയോഡ് ഓണാണ്, ഈ ഡയോഡ് ഓഫാ. സോ വിൽ ഗെറ്റ് എ സിഗ്നൽ ലൈക്ക് ദിസ് അല്ലേ? കറണ്ട് ഒഴുകി ഇങ്ങനെ ഒരു കറണ്ട് ഔട്ട്പുട്ട് വരും. നൗ സപ്പോസ് നെഗറ്റീവ് പൊളാരിറ്റി, അത് റിവേഴ്സ് പൊളാരിറ്റിയിലാണെങ്കിൽ ഈ ഡയോഡ് ഓഫാണ്, ഈ ഡയോഡ് ഓഫാണ്, വൈൽ ഈ ഡയോഡ് ഓണാണ്. ഓക്കെ, സോ ഈ സമയത്ത് കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക നോക്കാം. അപ്പോൾ +1 കറണ്ട് ഫ്ലോ ചെയ്തു, ഇങ്ങനെ ഫ്ലോ ചെയ്തു. ഓക്കെ, റെസിസ്റ്ററിലൂടെ വന്നു. പിന്നെ ഈ റെസിസ്റ്ററിന് എന്ത് ചെയ്യണം? ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യണം. പക്ഷേ ഈ കറണ്ട് ഫ്ലോ ഇല്ല, കാരണം എന്താ? ഈ ഡയോഡ് ഇല്ല. ഓക്കെ, സോ ഈ കറണ്ട് എന്തായിരിക്കും? ദിസ് കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. മനസ്സിലായില്ലേ? ഈ ഡയോഡ് ഇല്ല, ഈ ഡയോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കൂടെ കറണ്ട് ഒഴുകില്ല. അപ്പോൾ ഈ കറണ്ട് വിൽ ബി ഈക്വൽ ടു 0. സോ ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. അഗെയിൻ അടുത്ത പോസിറ്റീവ് സൈക്കിളിൽ ഒരു സൈക്കിൾ ഉണ്ടാവും, അഗെയിൻ 0. സോ ആക്ച്വലി ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഒരു ഡയോഡിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, അതാണ് ഈ സിംഗിൾ ഡയോഡ് ഇൻ എ ബ്രിഡ്ജ് റെക്ടിഫയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വിൽ ബി എ ഹാഫ് വേ റെക്ടിഫൈഡ് സിഗ്നൽ. ഇങ്ങനെ ഒരു ഹാഫ് വേ റെക്ടിഫൈഡ് സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? വി നോ ഇറ്റ് ഈസ് VM/π. ഓക്കെ, മറ്റേത് എത്രയായിരുന്നു? DC വോൾട്ടേജ് 2 VM/π ആണ്, ഇത് VM/π. സോ
ഈ ഒരു ഡയോഡിനെ മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ദ ആൻസർ വിൽ ബി Vm/pi. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതൊരു 2016 ചോദിച്ച ചോദ്യമാണ്. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ എത്രയാണ്? അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചു ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഒരു വാല്യൂ ആണ്, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറിനും വേറെ വാല്യൂ ആണ് അല്ലേ? നമ്മൾ കുറച്ച് മുന്നേ നോക്കിയായിരുന്നു. സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ വാല്യൂ 0.693 ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ 0.812. സോ ഇതിൽ ഓപ്ഷനിൽ ഏതുള്ളത്? 0.693. സോ ആൻസർ വിൽ ബി ബി. സോ നമുക്ക് ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ജസ്റ്റ് ഓർത്താൽ മതി, നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിപ്പൽ ഫാക്ടർ ഓഫ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ്. അപ്പോൾ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ റിപ്പൽ ഫാക്ടർ എത്രയായിരുന്നു എന്ന്? അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ എത്രയായിരുന്നു കണ്ടില്ലേ? റിപ്പൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.482, റൈറ്റ്? So 0.482. So option is C. Okay, that was 2023 ചോദിച്ചാണ്. Similarly, fourth question, what's the advantage of bridge rectifier over a center tap full wave rectifier? എന്താണ് bridge rectifier center tap full wave rectifierനെ അപേക്ഷിച്ച് എന്താണ് അഡ്വാൻറ്റേജ്? അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ എഫിഷ്യൻസിയാണ്. ബ്രിഡ്ജ് റെക്ടിഫയറും സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിനും ഒരേ എഫിഷ്യൻസിയാണ്. സോ ഇത് ഒരു അഡ്വാൻറ്റേജ് അല്ല, കാരണം രണ്ടും ഒന്നാണല്ലോ. ലോവർ റിപ്പൾ ഫാക്ടർ, ബ്രിഡ്ജ് റെക്ടിഫയറും രണ്ട് ഫുൾ വേ റെക്ടിഫയറിൻ്റെയും റിപ്പൾ ഫാക്ടർ എന്താണ്? സെയിം ആണ്. സോ അഗെയിൻ അതൊരു അഡ്വാൻറ്റേജ് അല്ല. റിക്വയർസ് ഫ്യൂവർ ഡയോഡ്സ്. ബ്രിഡ്ജ് റെക്ടിഫയറിനെ അപേക്ഷിച്ച് എത്രയാണ്? ബ്രിഡ്ജ് റെക്ടിഫയറിന് 4 ഡയോഡ് വേണം. ഓക്കെ, 4 ഡയോഡ് വേണം. ആൻഡ് സെൻറ്റർ ടാപ്പ് ഫുൾ വേ റെക്ടിഫയർ എത്ര മതി? 2 എണ്ണം മതി. അപ്പോൾ അതും ഒരു തെറ്റാണ് അല്ലേ? അതിന് കൂടുതലാണ് വേണ്ടത്, കൂടുതൽ നമ്പർ ഓഫ് ഡയോഡ്സ് വേണം. വിൽ സി D1, ദാറ്റ് ഈസ് ഡസ് നോട്ട് റിക്വയർ എ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ. സോ ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ദി ആൻസർ വിൽ ബി ഈക്വൽ ടു D. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റെക്ടിഫയർ സെക്ഷനിൽ വളരെ ബേസിക് ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ ആ പറയുന്ന ലാസ്റ്റ് സ്ലൈഡിൽ നോക്കിയ ആ പാരാമീറ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. അതിനെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക PSCയിൽ. ഓക്കെ, ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. സേ fifth question, a sinusoidal voltage of amplitude 25 volt and frequency 50 hertz is applied to a half wave rectifier using PN junction diode. Okay, no filter is used and the load resistor is 100 ohm, 1000 ohm. The forward resistance RF of the diode is 10 ohm. So the percentage rectifier efficiency is. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിലൊരു ഹാഫ് വേ റെക്ടിഫയർ ഉണ്ട്. നമുക്കറിയാം നോർമൽ ഡയോഡ് കേട്ടോ. അപ്പോൾ ഇവിടെ സിനുസോയ്ഡൽ സിഗ്നൽ വരുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടായിട്ട്. ആൻഡ് ഐ വിൽ ഗെറ്റ് എ റെക്ടിഫൈഡ് സിഗ്നൽ. ഇതിൽ ഈ RLൻ്റെ വാല്യൂ എന്നുണ്ട്. RLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1000 ohm. ആൻഡ് ഇത് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഐഡിയൽ ഡയോഡ് അല്ല, ഇതിലൊരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് 10 ohm. ഓക്കെ, സോ ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഒരു ഫുൾ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി പറഞ്ഞാൽ എത്രയായിരുന്നു? 40.6 റൈറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഡയോഡ് ഐഡിയൽ അല്ലെങ്കിൽ ആൻഡ് സേ ഡയോഡിന് ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 40.6 ഇൻറ്റു RL/RF പ്ലസ് RL എന്നാണ്. ഓക്കെ, 40.6 ഇൻറ്റു RL/RF പ്ലസ് RL. അപ്പോൾ ഇതിൽ RLൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്, അതായത് 1000/RF എന്ന് പറഞ്ഞാൽ വെറും 10 പ്ലസ് 1000. ഓക്കെ, ഈ 1000 10ലേക്കാൾ എത്രയോ കൂടുതലായതുകൊണ്ട് തന്നെ ഓക്കെ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1000/1000 അല്ലേ? 10 വളരെ ചെറുതല്ലേ? സോ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 0.99 സംതിങ്. ഓക്കെ, സോ എഫിഷ്യൻസി വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 40.6 or it will be almost equal to 40. Okay,
40 അടുത്തുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ എത്രയാണ്? ഓപ്ഷൻ എ പറഞ്ഞ 40 ആണ്, ബി 20, 30, 15. സോ ഡെഫിനറ്റ്ലി ദ എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു 40%. ഓക്കെ അല്ലേ? ഇത്രയാണ് റെക്ടിഫയറും ബേസിക്സ് ഓഫ് റെക്ടിഫയർസും ആൻഡ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന കേരള പി എസ് സിയിൽ ചോദിച്ച ചില ചോദ്യങ്ങളും കേട്ടോ. ഇത്രയൊക്കെ ചോദിക്കാറുള്ളൂ പറയുന്ന കേരള പി എസ് സിയിൽ. ദ ഓൺലി തിങ് ഈസ് റെക്ടിഫയറിൻ്റെ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമ്മൾ പറയണം. കാരണം ഇപ്പോൾ ഒരു ചോദ്യം കണ്ടില്ലേ, ഒരു ഫസ്റ്റ് ചോദ്യം കണ്ടില്ലേ, ഇപ്പോൾ ഈ പറയുന്ന റെക്ടിഫയറിൽ ഒരു ഡയോഡ് പോയാൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിൽ ഡി സി വാല്യൂ, അതറിയണമെന്ന് വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് അറിയണം. ആൻഡ് എന്തൊക്കെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ്, ഈ പറയുന്ന ഓരോ റെക്ടിഫയറിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ്, എത്രയാണ് ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നമ്മൾ അറിയണം. ഓക്കെ, ഇത് മാത്രം അറിഞ്ഞുകഴിഞ്ഞാൽ ഈ റെക്ടിഫയർ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ തന്നെ വരും. കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. സോ ഈ പറയുന്ന സിലബസിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ എടുത്ത്. ഒരു വാസ്റ്റ് സിലബസ് ആണ്, പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്നും പോവില്ല. കുറച്ച് സ്പീഡപ്പ് ആയിട്ട് ഓരോ പോയിന്റുകൾ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും മാക്സിമം ചോദിച്ച ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം ഡ്യൂറിങ് ഈ പറയുന്ന കോച്ചിങ് ക്ലാസ്സിൽ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഈ പറയുന്ന ഇന്നത്തെ ഡെമോ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ പറയുന്ന ക്ലാസ്സിൻ്റെ PDF ഫയലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ഈ പറയുന്ന വീഡിയോ അതിൽ അപ്ലോഡ് ആവും. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്.